ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നും സൺഡേ. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ എടുത്ത അതേ സ്പോട്ടിലാണ് ഉള്ളത്. തോഗൂർ ജംഗ്ഷൻ, നീലാദ്രി റോഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് സിറ്റിയിൽ നിന്ന് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു താമരക്കുളം കാണാനാണ് പോയത്. ഇന്ന് നമ്മൾ പോകുന്നത് ഇലക്ട്രോണിക് സിറ്റിയിൽ നീലാദ്രി നിന്ന് നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഫോറസ്റ്റിലേക്ക് പോവാണ് അല്ലേ കിച്ചു? നമ്മളെ എന്താ പറയുക, മാഹി പോയാൽ നമ്മളെ ബാറുകൾ കാണുന്ന അതേ അവസ്ഥയാണ് ജിഗിനിയിൽ വന്നാൽ. ഇതാ നോക്കറ, കണ്ട ഗ്രാനൈറ്റ്, ഇതാ ഗ്രാനൈറ്റിന്റെ ഷോപ്പ് കണ്ട ഒരുപാട്. അത് നോക്കാം എങ്ങോട്ടാ പോകുന്നത്. അങ്ങ് ആനിമൽസിനെ കാണണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റിൽ എത്തണ്ടേ? കണ്ടാ ഒന്നും കാണുന്നില്ലല്ലോ ഡി. ഒന്നും നൈസ് പ്ലേസ്. It's crossing the road. ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നും സൺഡേ. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ എടുത്ത അതേ സ്പോട്ടിലാണ് ഉള്ളത്. തോഗൂർ ജംഗ്ഷൻ, നീലാദ്രി റോഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് സിറ്റിയിൽ നിന്ന് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു താമരക്കുളം കാണാനാണ് പോയത്. ഇന്ന് നമ്മൾ പോകുന്നത് ഇലക്ട്രോണിക് സിറ്റിയിൽ നീലാദ്രി നിന്ന് നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഫോറസ്റ്റിലേക്ക് പോവാണ് അല്ലേ കിച്ചു? നമ്മൾ ഫോറസ്റ്റിൽ പോവാണ്. എന്നിട്ടൊരു ജംഗിൾ സഫാരി. അതാണ് ഇന്നത്തെ പരിപാടി. ഈ സംഭവം നോക്കറ, നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു 6-7 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ നമ്മൾ ഇതേ റൂട്ടിൽ തന്നെ പോകുന്നു. ഇവിടുന്ന് പിന്നെ എന്താ പറയുക, ബനാർഘട്ട റോഡിൽ പോകുന്നു. ബനാർഘട്ട നാഷണൽ പാർക്ക് അവിടത്തേക്കാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ സ്പോട്ട് നമുക്ക് എടുക്കാം. എവിടെയൊക്കെ ഇല്ല, ഇത് അതേ റൂട്ടിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ അവിടെ എത്തും. ഓക്കെ, നമ്മൾ അന്ന് താമരക്കുളം പോയ അതേ റൂട്ടിലാണ് ഉള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് പോയാൽ, അന്ന് സ്ട്രെയിറ്റാണ് നമ്മൾ പോയത്. ഇന്ന് നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകുന്നു. സ്ട്രെയിറ്റ് പോയാലെല്ലാം ജിഗിനിയും ആ ഏരിയ തന്നെയാണ്. റോഡ് ചെറിയ സ്ഥലത്ത് കുറച്ച് അബദ്ധം റോഡ് ഉണ്ടെങ്കിലും നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഈ കണക്ഷനൊക്കെ ഭയങ്കര അടുത്താണ്. നമുക്ക് സിറ്റിയിലൊന്നും പോവാണ്ട് നമുക്ക് നാഷണൽ പാർക്കിലേക്ക് പോവാം. വീക്കെൻഡിലൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്, ഒരു ഔട്ടിങ് പോകാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെയാണ് ഇലക്ട്രോണിക് സിറ്റിനെ പറ്റി പറയുമ്പോൾ, ഞാൻ കണക്ടിവിറ്റി പറയുമ്പോഴും ഈ നാഷണൽ പാർക്കും നമുക്ക് വളരെ അടുത്താണ്. ഒരു 13 കിലോമീറ്റർ ആണ്. പക്ഷെ നമുക്കത് അത്ര ഫീൽ ആവില്ല. എന്തെന്ന് വിചാരിച്ചാൽ നമ്മൾ പോകുന്നത് എല്ലാം വില്ലേജ് ത്രൂ ആണ്, ഒരു ട്രാഫിക്കും ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ സുഖമായി വില്ലേജിലേക്കൂടിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളിനി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 9:30 ആയി. മിക്കവാറും ഒരു 9:45 എല്ലാം ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുമായിരിക്കാം. പിന്നെ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു. വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനിൽ ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ AC ബസ് യൂസ് ചെയ്യാം, നോൺ AC ബസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് പിന്നെ സ്കോർപിയോ പോലെ തന്നെ 6 സീറ്റർ വെഹിക്കിള്, അതും നോൺ AC AC ഉണ്ട്. അത് ഫാമിലിയിലായിട്ട് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ 4 ആൾക്ക് അത് അത്ര വർത്തായിരിക്കില്ല. എന്താ വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. 4,000 സംതിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് 400 റുപ്പീസിൻ്റെ ടിക്കറ്റാണ് ഒരാളത്. വലിയ ആൾക്ക് 400, കുട്ടികൾക്ക് 250. അതാണ് നമ്മൾ അത് ഓൾറെഡി എടുത്തുകൊണ്ട് അവിടെ പോയിട്ട് പിന്നെ നമ്മൾക്ക് ക്യൂ നിൽക്കണ്ട എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അവിടുത്തെ ഇന്ന് രാവിലെ തന്നെ ആകുമ്പം, ഇന്ന് സൺഡേ അല്ലേ, നല്ല റഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വില്ലേജിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ അല്ലേ വില്ലേജ്? കണ്ട, ഒരു സംഭവങ്ങളും ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ്. എല്ലാം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു രസമുണ്ട്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ നമ്മൾ വില്ലേജിലെ വന്ന് ഇപ്പം നമ്മളൊരു കൊപ്പ റോഡ് എന്ന് പറയും. കൊപ്പ ഗേറ്റിലേക്ക് പോകുന്ന കൊപ്പ റോഡ് നോക്കി, അടിപൊളി ആൽമരും അതിൻ്റെ താഴെ ഞാനൊരു വീഡിയോയിലും പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ടെമ്പിൾ ചെറിയ ഇതാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് കൊപ്പ റോഡ്. കൊപ്പ റോഡിൽ നിന്ന് നേരെ പോകുന്നത് ജിഗിനിയിലേക്കാണ്. നമ്മൾ ജിഗിനിയിലേക്ക്, മെയിൻ ജിഗിനി ഇൻഡസ്ട്രിയൽ ഏരിയയിലൊന്നും പോവാണ്ട്
അവിടുന്ന് നമ്മൾ മെല്ലനെ കട്ട് ചെയ്യും. ഇതും വില്ലേജ് തന്നെയാണ്, അധികം ചെറിയ ചെറിയ. ഇനി അങ്ങോട്ട് പോകുമ്പം കുറച്ച് ഫാക്ടറികളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ജിഗിനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമ്മളെ നാട്ടിൽ നിന്നെല്ലാം വരുന്ന പോലെ മാർബിള്, ഗ്രാനൈറ്റ്, അതിൻ്റെ മൊത്തം അതേ കാണാനുള്ളൂ. അതിൻ്റെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് ഇതിൻ്റെ നിയർ ബൈയിലൊക്കെ. ഇവിടുന്ന് ഫാക്ടറീസിൽ ഉണ്ടാക്കിയിട്ട് അവർ മാർബിള് അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ജിഗ്നി ഏരിയയിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നമ്മളിപ്പോൾ പോകുമ്പം മാർബിളിൻ്റെ ഷോപ്പുകളും കാണാം. ഈ കൊപ്പ റോഡിൽ നിന്ന് നേരെ ജിഗിനി, ബനാർഘട്ട ജിഗിനി റോഡിലേക്കാണ് കയറാൻ പോകുന്നത്. അങ്ങോട്ട് കാണിക്കുക. അതാണ് ബനാർഘട്ട ജിഗിനി റോഡ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി റൈറ്റ് എടുക്കുന്നു. റൈറ്റ് എടുത്താൽ പിന്നെ നേരെ ബനാർഘട്ട നാഷണൽ പാർക്കിൻ്റെ നേരെ അവിടേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ജിഗിനി ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങോട്ടേക്കാണ്. ലെഫ്റ്റിൽ ഒരുപാട് ഷോപ്പുണ്ട്, റൈറ്റിലും ഉണ്ടാവും അത്യാവശ്യം. പിന്നെ ഗ്രാനൈറ്റിൻ്റെയും മാർബിളിൻ്റെയും എല്ലാം ഒരു ഏരിയ ആണ്. ഇപ്പം ഇവിടെ തന്നെ ഏതെങ്കിലും 1-2 ഉണ്ടാവും എന്തായാലും. നമ്മളെ എന്താ പറയുക, മാഹി പോയാൽ നമ്മളെ ബാറുകൾ കാണുന്ന അതേ അവസ്ഥയാണ് ജിഗിനിയിൽ വന്നാൽ. ഇതാ നോക്കറ, കണ്ട ഗ്രാനൈറ്റ്, ഇതാ ഗ്രാനൈറ്റിൻ്റെ ഷോപ്പ് കണ്ട ഒരുപാട്. ഇത് ഇവിടെ അതാ, ഇതിൻ്റെ അപ്പുറത്തതാ. നമ്മളെ മാഹി പോയിട്ട് ബാറ് കാണുന്ന അതേ അവസ്ഥയാണ്, കണ്ടില്ലേ? കംപ്ലീറ്റ് ഗ്രാനൈറ്റിൻ്റെ ബുദ്ധനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് മാർബിളിലൊക്കെ. പിന്നെ കംപ്ലീറ്റ് ഇതല്ലേ, കംപ്ലീറ്റ് അതാണ്. നീ കാണിക്കുക, അങ്ങോട്ടോളം കാണിക്കുക. അതെ കണ്ട, കംപ്ലീറ്റ് വർഷ ഗ്രാനൈറ്റ്, മാർബിൾ, രീതി. ഇത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ജിഗിനിയിലേക്ക് അങ്ങനത്തെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണിക്കുക. റൈറ്റ് സൈഡിൽ അതാ കംപ്ലീറ്റ് വലിയ വലിയ സ്ഥലങ്ങളാണ്. കംപ്ലീറ്റ് ഗ്രാനൈറ്റും മാർബിളും. അതാ അവിടെ അതാ മാർബിൾ വേൾഡ്. കംപ്ലീറ്റ് മാർബിൾ സിറ്റി എന്ന് തന്നെ പറയാം. മാർബിൾ സിറ്റി. ഇവിടെ വന്നാൽ ഒരു ലോഡൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഷോപ്പുകാരെ മാർജിനൊന്നും ഇല്ലാണ്ട് ഇവിടുന്ന് ആൾക്കാരെ എടുത്തിട്ട് അവിടെ പോയിട്ട് സെയിൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഫുൾ ലോഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർജിൻ ഫ്രീ പോലെ ആയിട്ട് ഡയറക്റ്റ് ഫ്രം മാനുഫാക്ചേഴ്സ്. ഇവരതെല്ലാം ഔട്ട്ലെറ്റ് അല്ല ഇത്. ഇവരെ പുറകിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ല അപ്പുറത്തൊക്കെ ഇതുണ്ട്, ഫാക്ടറീസ് ഉണ്ട്. ഞാനൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്നതാണ്. അവിടെയാണ് ഇത് കട്ട് ചെയ്യും. മാർബിൾ വലിയ കല്ല് വരും മലകളിൽ നിന്ന്. ഇവരെ ലോറികളിൽ വലിയ കല്ല് വന്നിട്ട് നായി കയറി പിന്നെ കല്ല് വലിയ ഇതിൽ വന്ന് അതിനെ സ്ലൈസ് ചെയ്ത് പോളിഷ് ചെയ്ത് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു ഏകദേശം മാർബിൾ ഏരിയ കഴിഞ്ഞ് നമ്മളിനിയിപ്പം ഇത് എവിടെയും എല്ലാം ഉണ്ട്. അഞ്ജലി റോക്സും ഒരുപാട് ഇതിലും ഒക്കെ എൻ്റെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഓരോന്ന് കിട്ടില്ല. കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾ. ഓക്കെ, അപ്പം മേടിക്കണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്തോ. ഫുൾ ലോഡ് എടുക്കണേ, അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ എത്ര എടുത്തിട്ട് പോവാം, അത് പ്രശ്നമല്ല. വണ്ടി വാടക കൊണ്ട് പോകുമ്പോൾ ഫുൾ ലോഡ് എടുക്കേണ്ടി വരും, എന്നാലേ വർക്കൗട്ട് ആവും. ഓക്കെ, അപ്പം നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ബനാർഘട്ട നാഷണൽ പാർക്കിൽ എത്തുന്നതായിരിക്കും. ഇവിടുന്ന് അത്ര ദൂരം ഉള്ളൂ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ബനാർഘട്ട സാധാരണ ഇത് എത്തിയോന്ന് വെച്ചാൽ നാഷണൽ പാർക്കിൽ എത്തിയില്ല. നമ്മൾ ബനാർഘട്ട റോഡിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇവിടത്തേക്ക് പോകുന്നത്, നാഷണൽ പാർക്കിലേക്ക്. നമുക്ക് പണ്ടൊക്കെ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീൽ, ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയ പോലെയുള്ളൊരു ഫീലായിരിക്കും. പിന്നെ ഒരുപാട് ആൾക്കാരും വണ്ടികളും ഇതേപോലെ എല്ലാം ആയിട്ട് പിന്നെ ഭയങ്കരം ഒരു ഫീലായിരിക്കും. പിന്നെ ഈ ബനാർഘട്ട നാഷണൽ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 1970 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് 1974 ഇതിൻ്റെ നോക്കിയാൽ ഇതിൻ്റെ മുകളിൽ ആ ഒരു അമ്പലവും, നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇന്നേ വരെ പോയിട്ടില്ല. അവിടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ മുകളിൽ. ചില ആൾക്കാരൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. വരുമ്പോൾ ചുമ്മാ ട്രൈ ചെയ്യാം, വേണ്ടിക്കൽ നോക്കാം. ഇവിടെ നല്ല വലിയ എന്താ പറയുക റോക്ക് ഹില്ലുണ്ട് അതിൻ്റെ മുകളിൽ, നല്ല പാറേൻ്റെ കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ 1970 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് 1974 ഇത് പബ്ലിക്കിന് നാഷണൽ പാർക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്ര വർഷം പഴക്കമുണ്ട് ഈ സംഭവം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2000 അവർ ഒരുപാട് പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരുപാട് റിനോവേഷൻസ് ചെയ്തു. ഇപ്പം പണ്ട് നമ്മൾ കണ്ട നാഷണൽ പാർക്ക് ലെവലൊന്നും അല്ല. എഗെയിൻ ഒരു വില്ലേജിലേക്കൂടെ സ്റ്റിൽ വി ആർ പാസിങ്. എന്നിട്ടേ നമ്മൾ ഇവിടെ എത്തുള്ളൂ. എന്താ വെച്ചാൽ ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് എന്തായാലും റോഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കുറച്ച് ഓടിയിട്ട് അവിടെയാണ് ഈ നാഷണൽ പാർക്ക് വരുന്നത്.
ഓക്കെ, നമ്മളിപ്പം അവിടെ എത്തും കുറച്ച് കഴിഞ്ഞ പാട്. ഇപ്പം ഓക്കെ, അങ്ങനെ നമ്മൾ ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിലെത്തി. അടിപൊളി എൻട്രൻസ്. ഈ എൻട്രൻസ് ഒന്നും നമ്മൾ അന്ന് വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അടിപൊളി എൻട്രൻസ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, നമുക്കിനി വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് സൂവിലല്ല, സൂവിൻ്റെ പുറത്താണ് സഫാരി വെഹിക്കിൾസ് ഉണ്ടാവുക. അവിടത്തേക്കാണ് നേരെ നമ്മൾ പോകുന്നത്. ഓക്കെ, ബനാർഘട്ട ക്യാമ്പ്. ഓ, ഇവിടെ ക്യാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ താമസിക്കാ. പിള്ളേരിൽ ഒരുപാട് ചന്തയും പോലെ ഷോപ്പ് എല്ലാം തുടങ്ങുന്നുള്ളൂ കേട്ടോ. നമ്മൾ 10 മണിക്ക് നമ്മൾ സാധാരണ ഇതാണ് എൻട്രൻസ്. വണ്ടീൻ്റെ മുകളിൽ എല്ലാം തുടങ്ങുന്നുള്ളൂ. ആൾക്കാരൊന്നും എത്തിയില്ല. പിന്നെ ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് പല ഭാഗത്തുനിന്ന്. നോക്കാം, ഇലക്ട്രിക് ബസ്സൊക്കെയാണ് അത് കാണുന്നത്. ഇലക്ട്രിക് ബസ്സും AC വോൾവോവും അങ്ങനെ ഒരുപാടുണ്ട്. പിള്ളേരെല്ലാം ഈടിയെത്തുമ്പോൾ കിച്ചുവെല്ലാം ഫുള്ള് എനർജിയായി. ചന്തയിലും കാണുമ്പോൾ ആടി ഈടിയെല്ലാം. അല്ല കിച്ചോ, എന്താ കാണുന്നത് നീ? ടോയെല്ലാം ഉണ്ടാ? എല്ലാം ഉണ്ട് അല്ലേ? ഇപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം ഏതായാലും. ഓക്കെ, കട്ട്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. രാവിലെ ആയതുകൊണ്ട് അധികം ആരുമില്ല. നോക്കിയാൽ നമ്മൾ സാധാരണ വരുമ്പോൾ ഫുൾ എന്ന് പറഞ്ഞാൽ വണ്ടികൾ ഉണ്ടാവുന്നതാണ്. താഴെ എല്ലാം വളരെ കുറവ്. അത് ആ താഴെ നിൽക്കുന്നുണ്ട്, അതാണ് സഫാരീൻ്റെ കുറേ വെഹിക്കിൾസ് എല്ലാം. നമ്മളിനി നടന്നിട്ട് സഫാരീൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങോട്ട് ഇതിൻ്റെ താഴേക്കാണ് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം താഴെ എന്തിൻ്റെ അവസ്ഥ. ആൾക്കാർ കുറവായിരിക്കും സാധാരണ ഇല്ലേനെക്കാട്ടി. നമ്മൾ ഏർലി മോർണിംഗ് വന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് വന്നത്. അപ്പം നമ്മൾ സൂവിൻ്റെ അടുത്ത് എത്തി. ഇതിൻ്റെ ഇവിടെയാണ് സഫാരീൻ്റെ ഏരിയ. ഇവിടെ അടിപൊളി ഒരു ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക്, ബാംഗ്ലൂർ. അപ്പം നമ്മളിപ്പം നേരെ പോകുന്നത്, ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നേരെ ഇവിടെ ഒരു ക്ലോക്ക് റൂമെല്ലാം ഉണ്ട് കേട്ടോ. ഇതിന് താഴെയാണ് ആ ബുക്ക് ചെയ്തതിന്. എന്താ, നമ്മൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇപ്പം നേരെ ഇവിടുന്ന് എൻട്രി ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാണിച്ച് ഉള്ളിൽ കയറി. സഫാരി വാക്ക് ദിസ് വേ. ഓക്കേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സഫാരി പോയത് നമ്മളെ മീരയുടെ അച്ഛനൊക്കെ അമ്മയൊക്കെ ഇല്ല എല്ലാവരും കൂടി. ഉച്ചയായിരുന്നു. പക്ഷേ രാവിലെ പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്, അധികം ചൂടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട്. ഉച്ചയാവുന്ന സമയത്ത് എവിടെയൊക്കെ ക്യൂ നിന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇത് കംപ്ലീറ്റ് ക്യൂ ആയി. അങ്ങനെ മാറി മാറി ഓരോ ഹട്ട് പോലെ കണ്ടില്ലേ, അതൊക്കെ ഓരോ AC ബസ് സഫാരി വെയിറ്റിംഗ് ഏരിയ. ഓരോ ബസ്സിനായിട്ട് അവർ വെയിറ്റിംഗ് ഏരിയ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബസ്സിൻ്റെ വെയിറ്റിംഗ് ഏരിയ ആണ്. അങ്ങനെ ഓരോ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് കണക്കായിട്ട് ഓരോ ടൈമിങ് എവറി ഹാഫ് ആൻ അവറിൽ പിന്നെ ഇതേപോലെ വണ്ടി ഉണ്ടാവും. 2 ഭാഗത്തുണ്ട് കേട്ടോ. ഇപ്പുറത്തുണ്ട് ബസ്സിൻ്റെത് കംപ്ലീറ്റ്. ഇതേപോലെ 2 സൈഡിലും ഉണ്ട് പിന്നെ ബസ് വെയിറ്റിങ്. ഇപ്പം രാവിലെ വന്നുകൊണ്ട് നേരെ എത്തി നമ്മൾ. ഇപ്പോൾ ബസ്സിൽ ഫ്രണ്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഈ ബസ്സിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ബസ് കേട്ടോ. കണ്ട, കംപ്ലീറ്റ് ഫോറസ്റ്റ് പോകുന്നതുകൊണ്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോ ആൾ വരുന്നുണ്ട്, ഓരോ ആൾ പോകുന്നുണ്ട്. ഒരു ബസ് പോകുമ്പോൾ അടുത്ത ബസ് വരും. ശരിക്കും ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ BMTC പോകുന്നതിലും പോലെ തന്നെ ഹാഫ് ആൻ അവറിൽ ബസ് വരുന്നു, ആൾ കയറുന്നു, ഫോറസ്റ്റിലേക്ക് പോകുന്നു സഫാരിക്ക്. ഒരു അടിപൊളി. കിച്ചു, ആർ യു ത്രിൽഡ്? ഓക്കെ,
നമ്മളെ സീറ്റ് പോയല്ലോടാ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ലക്കിലി ഞാനും കിച്ചും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കറക്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ദേവും നേരിയും പുറകിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി എടുക്കാൻ പോവാണ്. യെസ്, we are going to forest. ബട്ടർഫ്ലൈ, ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക് കേട്ടാ. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ പോകണം കിച്ചു വന്നിട്ട്. ബട്ടർഫ്ലൈസ് ഉണ്ടാവും കണ്ടോ അവിടെ വെച്ചിട്ട് ബട്ടർഫ്ലൈസ്. നല്ല ഗേറ്റ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് എൻട്രൻസിൽ കയറിയിട്ടുണ്ട്. റോഡാ, റോഡ് ഫുള്ള് ഫെൻസിങ് എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇലക്ട്രിക്കൽ ഫെൻസിങ് ഉണ്ട് ഇതിന്റെ മുകളിൽ. അപ്പം മൊത്തം ഒരു സേഫ്റ്റി ലെവലിൽ ഇവർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യാണ്. നമുക്ക് നോക്കാം എങ്ങോട്ടാ പോകുന്നതെന്ന്. അങ്ങ് ആനിമൽസിനെ കാണണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റിൽ എത്തണ്ടേ. കണ്ടാ, ഓ നല്ല കുന്നും മലയെല്ലാം ഉണ്ടടാ. നല്ല ആൾക്കാര് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. ഓക്കേ, നമ്മൾ പിടിച്ചിരിക്കണം കേട്ടാ, അല്ലെങ്കിൽ തലയെല്ലാം മുട്ടും. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, എന്താ വെൽക്കം ടു ഹെർബിവോർ സഫാരി. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു എൻട്രൻസ് ചെയ്യുന്നത്, ഇതൊരു രണ്ടാമത്തെ എൻട്രൻസിലാണ് നമ്മൾ ഉള്ളത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു റൂട്ടാണ് ഇവർക്ക് ഫോറസ്റ്റിലേക്ക് കൂടെ ഒരു എൻട്രി ഒരു എക്സിറ്റ് ലെവലുള്ളത്. ഇവിടെയെല്ലാം എന്തെല്ലോ ഉണ്ടാവണ്ടേ. ബാരന്റെ ഏരിയ ആണ് ഇത് ശരിക്ക്. ബട്ട് ബാരനെ കാണുന്നില്ല അവിടെ. നമ്മൾ AC ബസ്സിലാവുമ്പം നമുക്ക് ആ ഫോറസ്റ്റിന്റെ ഫീല് ഉണ്ടാവില്ല. ഇതില് AC നോൺ AC ആയതുകൊണ്ട് ശരിക്ക് മൃഗങ്ങളെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നും കാണുന്നില്ലല്ലോടി. ഒന്നും കാണുന്നില്ലല്ലോ. ഡീർ കണ്ടേ. അതാ ಅದ ಝೂಮ್ ಇದು ಮಾಡಿದ್ರೆ ಆಗ ಒಂದು ನಿಮಿಷ ಇದು ಕಟ್ ಮಾಡ್ತೀನಿ, ನಾನು ಝೂಮ್ ಆಗ್ತೀನಿ ಒಂದು ನಿಮಿಷ. ಇಲ್ಲಿ ಇದಾಗುತ್ತೆ. നെക്സ്റ്റ് നമുക്ക് എന്താ കാണാൻ പറ്റുമോ നോക്കാലോ. അവിടെ ഉണ്ടാ, ഇത് എവിടെയുണ്ട് കിച്ചോ? സി അതല്ലേ, അതാ ലെഫ്റ്റ് സൈഡ് ഡീർ. അതാ കൊറേ ഉണ്ടല്ലോ അല്ലേ.